യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് വെഡിങ്ങിന് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. ഇത്ര നേരം കട്ട വെയിറ്റിംഗ് ആയിട്ട് രണ്ടാമത്തെ ദിവസമായി ഇത്ര നേരം വെച്ചോണ്ടിരിക്കുന്നു നമുക്ക് വീഡിയോയില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അച്ഛൻ അതിനെ ഓൾറെഡി അൺബോക്സ് ചെയ്തു, ഈ കൃഷ്ണന് രാധേന്. ഇനി നമുക്ക് ഭാഗ്യത്തിൽ പൊട്ടിക്കാം. ഓക്കെ ഇതെന്തിട്ട് പൊടിച്ചോണ്ടിരിക്കുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം ആയിരിക്കില്ലേ? ഇത് തന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ട്യൂഷൻ കുട്ടികൾ തന്നതാണ്. എന്റെ പൊട്ടിക്കാൻ ട്യൂഷൻ പിള്ളേര് ഇതൊക്കെ ആരല്ലോ അത്രയൊന്നും വേണ്ട. ഞാൻ ആദ്യം കണ്ടോ സേതലേക്ക് കൊണ്ടാണ് സൂപ്പറായി. കൊറേ ഫോട്ടോ ഫ്രെയിം ആയിട്ടോ. എന്നുവെച്ചാ നമുക്ക് മുന്നേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് റിസപ്ഷന്റെ ടൈമിൽ സ്റ്റേജിൽ വെച്ചേ പൊട്ടിച്ചു ഒരു ഫോട്ടോ ഫ്രെയിം. ഇത് നമ്മുടെ ടീച്ചേഴ്സ് തന്ന ഫോട്ടോ ഫ്രെയിം, ട്യൂഷൻ സെന്ററിലെ ടീച്ചേഴ്സ് തന്ന ഫോട്ടോ ഫ്രെയിം. അതെന്താണ് പറയാ അച്ഛാ? പറയൂ, എന്താ പറയാള്? പോരട്ടെ? ആ ഒരെണ്ണം പൊട്ടിക്കട്ടെ. എന്തൊരു കത്തിരിക്കല്ലേ? അതെ കണ്ട, എന്റെ വേറെ കല്യാണത്തിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. രാധാകൃഷ്ണൻ നല്ല രസമുണ്ടല്ലേ? ഇത് കാണിച്ചു കൊടുക്കടാ, സൂം ചെയ്ത്. ഓർണമെന്റ്സ് ഒക്കെ കല്ല് ആളപ്പിക്ക് അടുത്തെടുത്തു. അച്ഛനെ പൊട്ടിക്കാനാണ്. അച്ഛനെ ചട്ടം കൊണ്ടും കൂടി കളിച്ചു പോണ കാഞ്ചീപുരം ബനാറസാ. നീ അവിടെ ഇരുന്ന് എങ്ങനെയുള്ള കാണുക? അതെ, ഇതൊന്നും മാറ്റാൻ പറ്റുമോ? പിന്നെ ഇത് വീണ്ടും ഒരു കാഞ്ചീപുരം എങ്ങനെയുണ്ട് അച്ഛാ സാരി? ആ ഫോട്ടോ എടുത്തു. ആ ഇതൊക്കെ നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ ഫ്രെയിം ആയിരിക്കും. ഫോട്ടോ ആണെന്നാണ് അച്ഛൻ പറയട്ടെ, ചമർമ ആണ്ടിടിക്കാൻ പറ്റിയാന്ന്. അത് കലക്കി. ഹാപ്പി മാരീഡ് ലൈഫ്. മേശമൊക്കെ കേറാനാണ്. അച്ഛന്റെ വീട്ടിലാണ് ഇരിക്കണില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റാൻഡിൽ വെച്ചോളാം. ആ എവിടെയെല്ലാം കണ്ട് പിടിച്ച് വലിച്ചാച്ചേ, അത് വലിച്ചോട്ട്. ആ പോട്ടെ. ആ അതെ, നാണീണ്ട്. അതാ കടയുടെ പേരാണോ?
കാവുകൾ കടറ വരാവും. ക്ലോട്ടോ ഫ്രെയിം. ഓ അഭിജിത്തും സാന്ദ്രയും ഇത് അടിപൊളിയായിട്ടോ അല്ലേ? പുതിയ വീട്ടിൽ വെക്കാൻ പറ്റുമോ? മഴ വീട്ടിൽ വെക്കാമോ? അടുത്ത ആള് ഇവിടെ വന്നിരുന്നു. സുന്ദരി രാവ്. അതിലെ നീ വ്ലോഗിലില്ലാട്ടാ. പക്ഷെ മൂഡ് കിട്ടിണ്ട്. ഇത് നമ്മളാദ്യം കാണില്ലേ? ഇത് ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് കാണണ്ടേ? അതെ, ഞാൻ കാണട്ടെ. റെഡി? അത് മറച്ചു പിടിക്കേ. ആ അത് പൊളിച്ചു. ഓ അതവിടെ വെച്ച് ചെയ്തോ? നോക്കട്ടെ, ഒന്ന് കാണിച്ചേ. അതെന്തായാലും എഫോർട്ട് സാധനം. അതെ, ഫസ്റ്റ് ഞാൻ കണ്ടോണ്ട് നല്ല സാധനം. പൊക്കറിഞ്ഞു അച്ഛൻ. കുഴപ്പമില്ല. അതിന്റെ പൂ ഞങ്ങള് വണ്ടിയിൽ വെച്ചു. നമ്മളിത് കുറച്ച് വെറൈറ്റി ആയിട്ട് ക്രിസ്ത്യൻ ലുക്കിനെ പോയിക്കൊണ്ട് പറഞ്ഞത്. അതായത് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. പക്ഷെ പൂ ഞങ്ങളാണ് വാങ്ങി കൊടുത്തത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനത്തെ ബൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ സെറ്റ് ആണ്. ഇൻസ്റ്റാഗ്രാം ഡിസൈൻ സെറ്റ് ആക്കി ചെയ്തു തരും. നിങ്ങൾ അയക്കുന്ന ഡിസൈൻ അയക്കുന്ന കളർ. ബന്ധപ്പെടുക, ഡൊമൈനേക്കിന് ബന്ധപ്പെടുക. കമ്മീഷൻ ഇല്ലാതെ തരും. ഇതെന്തിനാണോ? അത് വലിയ ക്ലോക്ക് തോന്നുന്നു. അല്ല, പെയിന്റ് ചെയ്യാനുള്ള പേപ്പർ ആർട്ട് ഫ്രെയിം തോന്നുന്നു. വേറെ ആത്മജ് നിരഞ്ജന ട്യൂഷൻ പിള്ളേരാണ് കേട്ടോ. ആത്മജ് നിരഞ്ജന ശ്രാവൺ ട്യൂഷൻ ക്ലാസ് മാറിപ്പോയൊരു കൊച്ചുണ്ടായിരുന്നു. പക്ഷെ അവളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇവിടെ ഇല്ലാന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ അവൾ എന്റെ കല്യാണം അറിഞ്ഞ് അവളെ നീതി കൂടെ വന്നു. അതാണ് സ്നേഹം. അത് എനിക്ക് പെട്ടെന്ന് ഭയങ്കര. അവളെന്റെ ട്യൂഷൻ ക്ലാസ്സിന് പോയതാ. ട്യൂഷൻ നിർത്തിയിട്ട് ഓണം കഴിഞ്ഞപ്പോ അവര് തൃശ്ശൂർക്ക് പോയി. പക്ഷെ അവള് കല്യാണം പറഞ്ഞപ്പോ അവള് ഗിഫ്റ്റ് ഒക്കെ വേണ്ടി കല്യാണത്തിന് നമ്മളും പോകാനല്ലോ. അതെ, വിളിക്കാത്തല്ല. എനിക്ക് തോന്നുന്നു അവള് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അറിയില്ല. അവിടെ എന്തൊക്കെ ഇതിന്റെ ഗണേശിന്റെ RK തിരുപ്പതി. എല്ലാരും ഉണ്ട്. നിങ്ങളെ രണ്ടാളുണ്ട്. ആ അത് അച്ഛനെ കൊടുക്കണതാന്ന് പറയണ എല്ലാരും. നല്ല വീട്ടുണ്ട് അല്ലേ? ആത്മജ് നിരഞ്ജന. ഇത് ചേച്ചി വൈകിട്ട് എടുക്കണം. അത് ഉണ്ടല്ലോ.
കുട്ടിക്കുള്ള ഡ്രസ് ആദ്യത്തെ കുട്ടികളുടെ അതെ മുൻകൂട്ടി തന്ന ഡ്രസ് പക്ഷെ അത് 5 ദിവസം കുട്ടിക്കാ തോന്നുന്നു. ഇത് കുട്ടിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണത്. അച്ചൂസ് വേടായിട്ടാ ഒന്നും കിട്ടിയില്ല. നമ്മക്കാക്കിട്ട് പറക്കിട്ടുണ്ടാക്കാം. അതിന്റെ ഉള്ള പ്ലം കേക്കാണ്. എല്ലാവർക്കും കൂടി തിന്നാ. പ്ലേറ്റ് ഒക്കെ പ്ലേറ്റ് കത്തി അടുത്ത എല്ലാം തന്നെ കൊടുക്കാന്ന്. മേക്കപ്പ് സെറ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കാം. കിട്ടിടാ ഇതില് നമുക്ക് ഹാമ്പർ അൺബോക്സ് ചെയ്യാം. തിരിച്ചു പിടിച്ചോ. വാച്ച് നോക്കട്ടെ. ഓക്കെ എന്റെ രോഹിതിനെന്നാ അയ്യോ കുട്ടൂസനെ ഇത് ഫ്രെയിം തോന്നുന്നു. അത് അടുത്ത കല്യാണത്തിന് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ പാലക്കാട് ഫോട്ടോഷൂട്ട് ഫ്രെയിം. അതിന്റെ ഉള്ളിൽ ലെറ്റർ എന്തെങ്കിലും ഉണ്ടോക്കിയത്? ലെറ്റർ ഉണ്ടോക്കിയത് അതുലിനെ അനിയനെ കളറാക്കിയാനുള്ളത്. ഇത് നമ്മുടെ വിജയം. ശരിയാട്ടാ. അതിന് ലെറ്റർ ഒന്നുമില്ല. ഇത്രയും കൂടി ഉണ്ട്. ലെറ്റർ ഇല്ല. ഇത് ആര് തന്നേന്നറിയില്ല. തന്നറിയില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ. തന്നവരെയും കമന്റ് ഇടുക. കമന്റ് ബിലോ. അതെ അമ്മയാണ് കമന്റ് പറയുന്നത്. ആ പൂ വന്ന് കിട്ടാണെങ്കിൽ പൊക്കിയാൻ വെക്കിയിരുന്നു. പോയി ക്യാമറ ജൂഡി വേണ്ട ക്ലിയർ ആയി കണ്ടു. അത് അതുലിനെ ചേച്ചിയുടെ ഓർമ്മക്ക് ഇവിടെ വെക്കാം.
ചാവിയല്ല ടാക്സ് വന്ന് അടച്ചാൽ മതി. അതുല്ലാണ് ഗിഫ്റ്റാണ് കിടക്കണേ. ആ സെറ്റ് ബോംബെ സഫയർ. എനിക്ക് തോന്നുന്നു നമ്മള് എങ്ങനെ പൊളിക്കണതിന് ഇപ്പൊ പേര് വെക്കുക നല്ലേ. ഫ്രൈമില് കൊള്ളില്ലല്ലോ. കൊള്ളാല്ലേ സെറ്റാണ് സെറ്റാണ്. ചിലവര് എന്താ പറയാ എടാ അപ്പൊ അമ്മക്ക് തയ്ക്കാം. അമ്മക്ക് നല്ല രസമൊക്കെ ഉണ്ടാവും. എക്സ്പീരിയൻസ് ആയി പഠിച്ചത്. അയ്യോ അച്ചൂസന് ചുരിദാറ്. നമുക്ക് തോട്ട് ഒക്കെ അമ്മക്ക് പേര് നോക്കട്ടെ. പേര് 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 കിറ്റക്സ്. അതാരാടാ? ആ അമ്മക്കുള്ള സാരി. ആ എല്ലാരും അമ്മക്കാണ് കൊടുക്കണത്. ദർശൻ റീത്തു കൂട്ടുകാരന്മാരും എടുത്തു തുടങ്ങിട്ടാ. ആ അവനോട് ചോദിച്ചു. ഇല്ല അതിലൊന്നും കളയാണ്ടാവില്ല. അതിലൊക്കെ ഫുള്ളാവും. അത് അളിയാൻ കൊണ്ടായി സുഡിന്. ഓ അമ്മയ്ക്ക് ഫുള്ള് ചുരിദാറാണ്. അമ്മയ്ക്ക് ചുരിദാറ് എക്സൽ എക്സല്. അമ്മ ഓടി വന്നു. അതിനടുത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ലാസ്റ്റ് ആക്കി. അത് വിഷമായി. അടുത്തതും ചുരിദാർ അമ്മയ്ക്ക്. അപ്പോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അവസാനമായി ആദ്യമായിട്ട് കിട്ടിയത് കാണിക്കുന്നു. കൃഷ്ണനെ രാധനെ നമ്മൾ കാണിക്കുന്നു. ജൂഡി ജൂഡി കൃഷ്ണനെ രാധനെ കളയല്ലേ. അവിടെ ഇരിക്കേ. സോ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേറെ അടിപൊളി വീഡിയോ. ഇനിയാണ് അടിപൊളി വീഡിയോ. ഇനി ഓരോന്നോരോട് വന്ന് തുടങ്ങും. അതെ അതെ. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് തുടങ്ങാണ്. ജൂഡി അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോ ഗിഫ്റ്റ് കൊടുക്കാണ്. കല്യാണ സമ്മാനം. സാമ്രാജ്യത്തിന്റെ കീഴും ബാധ്യതകളുടെ താക്കോലും. അപ്പൊ ഇതിന് കുറച്ച് ടാക്സും ടെസ്റ്റ് ഒക്കെ നടത്താൻ പിന്നെ ഒരു 20,000 പറ്റും. ഹാപ്പി